നമസ്കാരം. കൈരളിയുടെയും പീപ്പിളിന്റെയും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിന്റെ കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിവെച്ച സജിത മഠത്തിലുമായുള്ള അഭിമുഖം ഈ ലക്കത്തിലും തുടരുന്നു. നാടുകാണി ചൂരത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. സജിത സാധാരണ സിനിമകളിൽ വരുന്ന ഒരു നടി മാത്രമല്ല എന്ന സൂചന ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ അറിയുന്ന ആ സജിത, നടിയായ തിയേറ്റർ പ്രവർത്തകയായ ആ സജിത, ആ ഒരു കാലം, അതിനെക്കുറിച്ച് എന്ത് പറയും പെട്ടെന്ന്? ഞാൻ നാടകമാണ് പഠിച്ചത്. പിന്നെ നാടകാഭിനയാണ് കൽക്കട്ട രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാടകാഭിനയമാണ് പഠിച്ചിട്ടുള്ളത്. ആ പഠനകാലത്തെ കുറിച്ച് എന്താ പറയുന്നത്? കൽക്കട്ട എനിക്ക് വലിയ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. കാരണം കൽക്കട്ടയില് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള നാടകങ്ങൾ അരങ്ങേറുന്ന സ്ഥലം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. ഇപ്പൊ അവിടുത്തെ രവീന്ദ്ര സദനിൽ എല്ലാ ദിവസവും പോയാലും നമുക്ക് ടിക്കറ്റ് എടുത്ത് നാടകം കാണാം, ടിക്കറ്റ് എടുക്കണം, നാടകം കാണണം. അങ്ങനെയുള്ളത് നമ്മളൊരു പഠനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതൊരു ഭയങ്കര രസമുള്ള. അപ്പൊ എല്ലാ ദിവസവും നാടകം കാണാം, എല്ലാ ദിവസവും നാടകക്കാരുമായിട്ട് സംസാരിക്കുക, നാടകത്തിനെ കുറിച്ച് മാത്രം പഠിക്കുക, വായിക്കുക, ഇങ്ങനെയുള്ളൊരു കാലമായിരുന്നു 2 വർഷം എന്ന് പറയുന്നത് കൽക്കട്ടയില്. അപ്പൊ അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്റെ കോൺഫിഡൻസ് ലെവലിനെയൊക്കെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുള്ളൊരു കാലമാണ്. നടിമാർക്കും നടന്മാർക്കും സംവിധായകർക്കും അതുപോലെ ചലച്ചിത്ര നാടക പ്രവർത്തകർക്കും ഒക്കെ അത്തരത്തിലുള്ള ഒരു പഠനത്തിന്റെ ഒരു പിൻബലം ഉണ്ടായിരിക്കണം എന്ന് സജിതയ്ക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവണം, നല്ലതാണ്, അത് മോശമല്ല. അത് കഴിഞ്ഞു വരുന്നത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ്. അവിടെയാണ് ഗവേഷണവും ഉപരിപഠനവും നടക്കുന്നത്. ആ കാലത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ അതിന്റെ ഇടയ്ക്ക് കേരളത്തിൽ തന്നെ എംഫിൽ ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ നാടകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമായിരുന്നു. അതിൽ സ്ത്രീകളെ എങ്ങനെയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പഠനമാണോ പി ബാലചന്ദ്രന്റെ കൂടെ? അതെ, പി ബാലേട്ടന്റെ അധ്യാപകനാണ്. പിന്നെ അദ്ദേഹമാണ് എന്റെ PhDയുടെ സൂപ്പർവൈസർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ബാലേട്ടനുമായിട്ട് ഭയങ്കര രസമുള്ള ഇന്ററാക്ഷൻസ് ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെയധികം ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പൊ ബാലേട്ടൻ എന്നെ കുറിച്ചിട്ട് എല്ലാവരുടെ പറയാറ്, സജിത ഒരു ദിവസം രാവിലെ വന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല കേരളത്തിലെ ഫെമിനിസ്റ്റ് തിയേറ്ററിനെ കുറിച്ചിട്ട് മാഷിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം വരും, ഞാൻ ഒന്ന് വിശദമായി നാളെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ചോദിച്ചു, അപ്പൊ സാറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബാലേട്ടൻ പറഞ്ഞു എന്ന് ബാലേട്ടൻ പറയുന്നതാണ്, കേരളത്തില് ഫെമിനിസ്റ്റ് തിയേറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതില്ലാതെ നാടകവേദി മുന്നോട്ടേ പോവില്ല എന്ന് ബാലേട്ടൻ പറഞ്ഞു. അപ്പൊ അത് കേട്ട സന്തോഷത്തിൽ സജിത ബാഗെടുത്ത് തിരിച്ച് ഡൽഹിക്ക് പോയി എന്നാണ് ബാലേട്ടൻ പറയുന്നത്. ഈ ഇടതുപക്ഷ നാടകവേദിയെ കുറിച്ച് അത്തരത്തിലൊരു പഠനം അതിനു മുമ്പ് നടന്നിട്ടില്ല. എല്ലാ ഗവേഷണങ്ങളും അങ്ങനെയാണ്, മുമ്പ് പഠിക്കാത്തൊരു ഭാഗമാണ് പഠിക്കുന്നത്. ആ ഒരു പഠനം നൽകിയ ഉൾക്കാഴ്ച, കണ്ടെത്തലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും എന്താണ് ഈ അഭിമുഖത്തിലൊന്ന് പറയാവുന്നത് പെട്ടെന്ന്? സോഷ്യൽ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അരങ്ങ് ഏറ്റവും ശക്തമാവുന്നത് രാഷ്ട്രീയ നാടകങ്ങളിലൂടെയാണ്. അതിനു മുമ്പ് നവോത്ഥാന നാടകങ്ങൾ എന്ന് പറയുന്ന നാടകങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് സോഷ്യൽ പ്ലേസ് വന്നു. നവോത്ഥാന നാടകങ്ങളിൽ ഇപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, മറക്കുടയ്ക്കുള്ള മഹാനരകം അല്ലെങ്കിൽ ഋതുമതി പോലെയുള്ള നാടകങ്ങളാണ് അറിയപ്പെടുന്ന നാടകങ്ങൾ. അറിയപ്പെടാത്ത 2-3 സ്ത്രീകളുടെ നാടകങ്ങൾ ഉണ്ടായിരുന്നു, അതൊരിക്കലും പരാമർശിക്കപ്പെട്ടില്ല. ഇപ്പം ലളിതാംബിക അന്തർജനത്തിന്റെ നാടകം ഉണ്ടായിരുന്നു. അതേപോലെ എന്താ പറയാ, അന്തർജനങ്ങൾ തന്നെ എഴുതിയ നാടകങ്ങളുണ്ട്, അതൊന്നും ഒരിക്കലും എവിടെയും പരാമർശിക്കപ്പെട്ടില്ല. അതിനുശേഷം വന്നിട്ടുള്ള നാടകങ്ങളാണ് ഇടതുപക്ഷ നാടകങ്ങൾ. അതില് സ്ത്രീകളല്ല പ്രധാന അജണ്ട. നവോത്ഥാന നാടകങ്ങളിൽ സ്ത്രീകളാണ് പ്രധാന അജണ്ട, ഇതിൽ സ്ത്രീകളല്ല പ്രധാന അജണ്ട. ഇതിലെന്ന് പറയുന്നത് ഈ ക്ലാസ് ക്രൈസിസ് തന്നെയാണ് ഒരു പ്രധാന അജണ്ടയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന് ഉപയോഗിച്ചുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗീത നാടകത്തിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് നാടകത്തിൽ ഉപയോഗിച്ചത്. കുറച്ച് പാട്ട്, കുറച്ച് പ്രേമം, അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പൊ KPSCയുടെ നാടകത്തിലേക്ക് എത്തുമ്പോഴേക്ക് വരുന്നത്. പക്ഷെ നമ്മളൊന്നും പാട്ടബാക്കിയും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള നാടകങ്ങൾ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാടകങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രണയിക്കാൻ വേണ്ടിയുള്ളവർ മാത്രമല്ല. അതിൽ എന്തെങ്കിലും ഒരു പാട്ടബാക്കിയിലെ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രത്തിന് ഒരു റോളുണ്ട്, അതിന്റെ കഥാപാത്രത്തിന്റെ വളർച്ചയിൽ റോളുണ്ട്. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. മാല എന്ന കഥാപാത്രമാണ് നമ്മളെല്ലാവരും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പം മലയാളത്തിൽ ഉണ്ടാക്കിയ നാടകം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഒന്ന് അതിനെ വിശദമായി ഒന്ന് എടുത്തു വെച്ച് പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ മാല എന്നുള്ള കഥാപാത്രത്തിന് യഥാർത്ഥത്തിൽ എന്ത് റോളാണ്
ആ നാടകത്തിലുള്ളത് എന്നത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ അതിന് വേറെ പുറമേ നിന്നുള്ള ഒന്നുമല്ല ഉപയോഗിച്ചത്. ആ ടെക്സ്റ്റ് തന്നെ എടുത്തു വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഞാനത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത്. ഇതിന്റെ അർത്ഥം ഇടതുപക്ഷ നാടകങ്ങൾക്ക് എന്തെങ്കിലും ഒരു റോൾ ഇല്ല സൊസൈറ്റിയിൽ എന്നല്ല ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാ പ്രാധാന്യവും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിലെ ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ കാണുമ്പോൾ മാത്രമേ ഇനി ഉണ്ടാവേണ്ട നാടകങ്ങൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇത് പാഠത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനം. ഒപ്പം ആ നാടക വേദിയെക്കുറിച്ചും ചില വിമർശനങ്ങൾ അന്ന് സൈത മുന്നോട്ട് വെച്ചിരുന്നു എന്ന് തോന്നുന്നു. പിൽക്കാലത്ത് കച്ചവട സിനിമകൾക്കൊക്കെ ഉണ്ടായ ഒരു കാഴ്ചക്കാരുടെ ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയത്, അവരുടെ സെൻസിബിലിറ്റി ഉണ്ടാക്കുന്നതിലൊക്കെ ഇത്തരം നാടകങ്ങൾക്കും പങ്കുണ്ട് എന്ന് വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറെ കാലം കഴിഞ്ഞു, ഇപ്പോഴും ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് ഡൽഹി കാലത്തെക്കുറിച്ച്? ഡൽഹിയിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പോയത്. എന്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യായിരുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഡൽഹിയിലേക്ക് കൽക്കട്ടയിൽ നിന്ന് ഞാൻ നേരിട്ടിട്ട് ഡൽഹിയിലേക്കാണ് പ്രധാനമായിട്ടും പോകുന്നത്. അവിടുന്ന് ഇടയ്ക്ക് വന്നിട്ടാണ് ഞാൻ MPhil ഒക്കെ പഠിച്ചത്. എന്നിട്ട് കൽക്കട്ട JNUവിൽ ഞാൻ കേരളത്തിലെ നടികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഞാൻ നടത്തുന്നത്. അത് ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് എനിക്ക് സിൽ ഫെലോഷിപ്പ് ഒക്കെ കിട്ടി. ഞാൻ അവിടെ PhD കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് 2 വർഷം കഴിഞ്ഞ സമയത്തേക്ക് സംഗീതനാടക അക്കാദമിയിൽ ജോലി കിട്ടിയപ്പോൾ കേരളത്തിന്റെ നാടക ചരിത്രത്തിലെ സ്ത്രീകളെ കുറിച്ച് പുസ്തകമില്ലേ? ഉണ്ട്. അത് ഇതിന് ശേഷമാണ് ഞാൻ PhD ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് കേരളത്തിലെ നടികളെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രമില്ല. കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അതില്ലാതെ ഞാൻ അതിനെക്കുറിച്ച് എന്ത് അനാലിസിസ് ആണ് നടത്താൻ പറ്റുക എനിക്ക്? അപ്പൊ ഞാൻ ആദ്യം എന്റെ ഗൈഡിന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം ഞാൻ എന്റെ ചരിത്രം എഴുതട്ടെ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനലറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡി നടത്താം. അപ്പൊ ഞാൻ ഓൾറെഡി അതിനുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10-14 വർഷമായിട്ട് ചെയ്യുന്ന വർക്കായിരുന്നു അത്. അപ്പൊ ഞാൻ അവസാനം കഴിഞ്ഞ 2010 ആ ഒരു പുസ്തകം എഴുതി, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പുസ്തകം എഴുതി. മലയാള നാടക സ്ത്രീ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതി. അതിൽ ഇതെല്ലാം ഉണ്ട്. ഇടതുപക്ഷ നാടകങ്ങളുണ്ട്, നവോത്ഥാന നാടകം, മൊത്തം ചരിത്രമാണ്. 125 വർഷത്തെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് എന്ത് പങ്കുണ്ട് എന്നുള്ളതാണ്. ഈ പഠനത്തിന്റെ ഈ അനുഭവത്തിന്റെ ഒക്കെ പിൻബലം വെച്ചിട്ട് നമ്മുടെ നാടകവേദിയെ ഇപ്പൊ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ നാടകവേദി ഏറ്റവും സജീവമായിട്ടുള്ള കാലമാണ് ഇപ്പം. കാരണം വളരെയധികം 2 കാര്യങ്ങളാണ് ഒരേ സമയത്ത് സംഭവിക്കുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം നാടകവേദിക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞു വരികയാണ്. അത്തരം ചെറിയ നാടകങ്ങൾക്കുള്ള സ്പേസുകൾ ഇല്ലാതെയാവുന്നുണ്ട്. പക്ഷെ വേറൊരു ഭാഗത്ത് ഇന്റർനാഷണൽ ലെവലിൽ പഠിച്ചിട്ടുള്ള, ടെക്നിക്സ് അറിയുന്ന, ഡിസൈനിങ് അറിയുന്ന, വളരെ കേപ്പബിൾ ആയിട്ടുള്ള കുറേ സംവിധായകർ മലയാള നാടകത്തിന് കിട്ടിയൊരു കാലം കൂടിയാണ്. വളരെ ഗൗരവപ്പെട്ട, ഭയങ്കര ഇന്റർനാഷണൽ ലെവലിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നാടകങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ അതൊരു ഭാഗത്ത് ഉണ്ടാവുമ്പം തന്നെ പണ്ട് നമ്മൾ ചെറിയ നാടകങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു. 2 പേരുള്ള നാടകം അല്ലെങ്കിൽ ഡയലോഗ് ഓറിയന്റഡ് ആവുന്നത് ഒരു മോശം കാര്യമല്ല. ഇപ്പം വെച്ചാൽ ഡിസൈനിങ് അല്ലാതെ ഡയലോഗ് മാത്രമുള്ള നാടകങ്ങളോട്, അല്ലെങ്കിൽ അങ്ങനെ വേറൊരു സ്ട്രക്ചറുള്ള നാടകങ്ങളോട് ഇപ്പോൾ ഒരു പൊതുവെ അങ്ങനത്തെ നാടകങ്ങളോട് താല്പര്യമില്ലായ്മ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമിനെ ബേസ് ചെയ്തിട്ട്, അവനവനോട് നേരിട്ട് സംവേദിക്കുന്ന തീംസിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ എഴുതുന്ന ടെക്സ്റ്റുകൾ ഒട്ടും പരിഗണിക്കപ്പെടുന്നില്ല. നല്ല രസമുള്ള ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് മലയാളത്തിൽ. പൊതുവെ ആളുകൾ പറയാറ് ആ ഒരു സ്ഥിരം നാടകങ്ങളുടെ, ഒരു പ്രൊഫഷണൽ നാടകങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു. ഉത്സവപ്പറമ്പുകളിലൊക്കെ നാടകം കളിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞു. നാടകത്തിനുണ്ടായിരുന്ന ആ സ്ഥിരം സദസ്സ് അതില്ലാത്ത മാതിരി പിരിഞ്ഞുപോയി. അത് നമ്മുടെ പൊതുമണ്ഡലത്തിന്റെ തന്നെ ഒരു ക്ഷീണത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ് വിലയിരുത്താറ്. ആ വിലയിരുത്തലിനോടൊന്നും സൈത യോജിക്കുന്നില്ല. അല്ല, ഇത് അങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നാടകങ്ങൾക്ക് ആ കാലത്തിന്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു, അതിനുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നത് ഇപ്പൊ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലത്ത് 80s വേറൊരു രീതിയിലുള്ള നാടകങ്ങൾക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വനിതാ കലാജാതിയൊക്കെ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന് നാടകം കാണുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് സ്ട്രോങ് ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നാടകങ്ങളും ഉണ്ടാവുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല നാടകങ്ങൾക്ക്, എനിക്ക് ഇതുവരെ ഞാൻ നാടകം ചെയ്തിട്ട് ആള് കാണാൻ വരാതിരുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ചെറിയ ഹാളിലായിരിക്കും ചെയ്യുന്നത്, പക്ഷെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ മാത്രമേ ഞാൻ ഇതുവരെ നാടകം ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും 2ാമത്തെ പ്രാവശ്യം നമ്മൾ നാടകം ചെയ്തിട്ടുണ്ട്. ഒരേ നാടകം തന്നെ 2 പ്രാവശ്യം ഒരേ ഹാളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നാടകത്തിന് ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നാടകവേദിക്ക്, ഇതിന്റെ ഇടയിൽ പറഞ്ഞു, നാടകവേദിക്ക് സർക്കാരിൽ നിന്ന്, ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നൊക്കെയുള്ള പിന്തുണ കുറഞ്ഞു വരുന്നുണ്ടെന്ന്.
അത് കൂടി വരണമെന്നും അവരുടെ ഒരു കാഴ്ചപ്പാട് മാറണമെന്നും അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം പിന്നെ സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരിക്കലും നാടകത്തിന് നമ്മൾ കൊടുക്കാറില്ല. ഇപ്പൊ ഒരു സിനിമാ ഫെസ്റ്റിവൽ, ഞാൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിരുന്ന ഒരാളാണ്. ആ ഫെസ്റ്റിവലിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം, മിനിസ്ട്രിയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, ആ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പകുതിയെങ്കിലും അന്താരാഷ്ട്ര തിയേറ്റർ ഫെസ്റ്റിവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ തിയേറ്റർ ഫെസ്റ്റിവൽ വളരെ സ്മൂത്ത് ആയിട്ട് നടത്താൻ പറ്റിയേനെ. അതാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ലോകത്ത് എമ്പാടുമുള്ള നാടകവേദിയിൽ നിന്ന് വരുന്ന നാടകങ്ങൾ കാണാൻ മലയാളിക്ക് കിട്ടുന്ന ഏക അവസരമാണ് തൃശ്ശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര തിയേറ്റർ ഫെസ്റ്റിവൽ. പക്ഷെ നമുക്ക് അതിനൊട്ടും ഫണ്ട് സപ്പോർട്ട് വരുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത്. സിനിമയ്ക്ക് കിട്ടിയ നല്ല നടിയുടെ ആ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ നാടകത്തിന് വേണ്ടി വാദിക്കുന്നു. സിനിമയേക്കാൾ നാടകത്തെയാണോ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയല്ല, ഞാൻ അഭിനയത്തിനാണ് ഇഷ്ടപ്പെടുന്നത്. അത് നാടകമായാലും സിനിമയായാലും എനിക്ക് അഭിനയിക്കുന്നതാണ് ഇഷ്ടം. അഭിനയമാണ് എന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്.